ക്രിസ്തുവിൻ്റെ മനസ്സ്. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, ക്രിസ്തുവിൽ നല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആകൃതയും മനസ്സടിവും ഉണ്ടെങ്കിൽ. രണ്ടാം വാക്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കണം. മൂന്നാം വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എഴുതിക്കൊള്ളട്ടെ. അടുത്ത വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ നമ്മുടെ നമ്മുടെ ക്രിസ്ത്യനിലൊക്കെ നമ്മൾ ഓർക്കപ്പെടുന്നത് വളരെ ഒരു പ്രിൻസിപ്പിളാണ്. വേദപുസ്തകത്തിൽ കണ്ടീഷണൽ ക്ലോസ് എന്നതാണ്. ക്രിസ്തുവിശേഷത്തിൽ പറയുന്നു, ദൈവത്തോളം സ്വന്തം നോക്കിപ്പിടിക്കണം, വിചാരിക്കാൻ വസ്തുക്കളെടുത്ത് കണ്ടെത്താൻ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യനെ കണ്ടോളം അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷനാണ്. ദൈവം ഏറ്റവും താഴ്ന്നു വന്നതുകൊണ്ട് കർത്താവ് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എല്ലാ നാമത്തിലും എല്ലാ നാമവും അവിടുത്തെ കർത്താവെന്ന് ഏറ്റുപറയും. അപ്പോൾ തന്നെ ഈ മൂന്നാം അധ്യായത്തിൽ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ സൗമ്യത 4:5, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കും. അടുത്തത്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുക. നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കുമ്പോൾ അടുത്ത കണ്ടീഷൻ, എന്നാൽ സകല ബുദ്ധിയിൽ കഴിയുന്ന ദൈവീയ സമാധാനം നിങ്ങളോട് നിങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെയും ക്രിസ്തുയേശുവിലെ കണ്ടീഷനാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കും. അതിനെക്കുറിച്ച് വിചാരപ്പെടാതെ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയിൽ കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെയും ക്രിസ്തുയേശുവിലെ അപ്പോൾ വീണ്ടും നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാക്യോടെ കാണുന്നുണ്ട്. അതിൻ്റെ 19ാമത്തെ വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ നല്ല നടത്തുന്ന ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്ത്. എൻ്റെ ദൈവം നമുക്ക് ഇഷ്ടമുള്ള ഒരു വാക്യമാണ് ഈ വാക്യം. പക്ഷേ അതിന് മുന്നിൽ ഒരു ക്ലോസ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ കാണിച്ച ആ കൂട്ടായ്മ എപ്പോഴത്തെ കയ്യിൽ നിങ്ങൾ ഓർത്ത് വിട്ടത് എൻ്റെ ബുദ്ധിമുട്ടിൽ ഞാൻ സ്വീകരിച്ച് നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ നടത്തുന്നത്തോളം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർക്കും. അപ്പം ഇവിടെയെല്ലാം കാണുന്നത് കണ്ടീഷനിലാണ്. അൺകണ്ടീഷനാണ് ദൈവത്തിൻ്റെ സ്നേഹം. എങ്കിലും ദൈവത്തിൻ്റെ സന്ധി നമ്മൾ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ വചനം പറയുന്നു, എന്നാൽ സകല ബുദ്ധിയിൽ കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലനിൽക്കാം. ഇവിടെ പറയുന്നു, നിങ്ങളുടെ സുവിശേഷഘോഷണത്തിൽ കാണിച്ച കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ നടത്തുന്ന ക്രിസ്തുയേശു പൂർണ്ണമായി തീർത്ത്. വീണ്ടും നമ്മൾ ഈ